ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-20 സീറ്റും സ്വന്തമാക്കാൻ സാധിക്കും എന്ന വലിയ പ്രതീക്ഷയിലാണ് UDF. 2019 ഇക്കുറിയും ആവർത്തിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് UDF പറയുന്നുണ്ട്. മാത്രമല്ല ഇത്തവണയും രാഹുൽ പ്രഭാവമുണ്ട്. രാഹുൽ പ്രഭാവത്തിന് യാതൊരു തരത്തിലുള്ള മംഗലമേറ്റിട്ടില്ല എന്ന് UDF ആവർത്തിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും 2024 തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന സാഹചര്യത്തിൽ BJPക്ക് ഒരു അക്കൗണ്ട് പോലും കേരളത്തിൽ തുറക്കാൻ സാധിക്കില്ല എന്നും LDFനെ സംബന്ധിച്ചിടത്തോളം 2019നേക്കാൾ വലിയ ക്ഷീണം തന്നെയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാവുക എന്നുകൂടി UDF ആവർത്തിച്ചു പറയുകയാണ്. മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ AK ആന്റണിയും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: തങ്ങൾ നിലവിൽ 16 സീറ്റുകളിൽ വിജയിച്ചു കഴിഞ്ഞു. ബാക്കി കേവലം 4 സീറ്റിൽ മാത്രമാണ് മത്സരം നടക്കുന്നതെന്ന്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും വിജയം ഉറപ്പ് തന്നെയാണ്. 20-20 സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹവും വ്യക്തമായി തന്നെ പറയുന്നുണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്കും വലിയ ക്ഷീണം തന്നെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകുമെന്നും അദ്ദേഹവും ആവർത്തിക്കുന്നുണ്ട്. അപ്പോഴും ആന്റണി പറഞ്ഞ മറുപടിയിൽ ചോദ്യങ്ങൾ ബാക്കിയാണ്. അദ്ദേഹം പറഞ്ഞ കേവലം 4 സീറ്റ് അത് ഏതെല്ലാം ലോക്സഭാ മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് ഇത്തവണ വലിയൊരു പരീക്ഷണത്തിനൊന്നും തന്നെ തയ്യാറാകാതെ നിലവിലുള്ള സിറ്റിംഗ് MPമാരെ തന്നെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയ ഭീതി ഇക്കുറി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ അപ്പോഴും ആ 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഇപ്പോഴും പരാജയ ഭീതിയുണ്ട്. അവിടെ കനത്ത മത്സരം നടക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് പോലും സമ്മതിക്കുകയാണ്. ഏതെല്ലാമാണ് ആ ലോക്സഭാ മണ്ഡലങ്ങൾ എന്ന് പരിശോധിക്കാം. സ്വാഭാവികമായും ഒന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വലിയ ഒരു ഭീതി ഉണ്ട് എന്ന് തന്നെ പറയാം. ആദ്യം ഒരു 3 വിജയങ്ങൾക്ക് ശേഷം 4ാമതും ശശി തരൂർ വിജയിച്ചു വരുമെന്നും UDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. എന്നാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങളെല്ലാം തന്നെ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല പന്ന്യൻ രവീന്ദ്രനും ഇന്ന് ശശി തരൂരിന് എതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ശശി തരൂരിന്റെ ചില പരാമർശങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ അഹങ്കാരമാണ് വ്യക്തമാക്കുന്നതെന്നും തരം താഴ്ന്ന രീതിയിലുള്ള സംസാരമാണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നെല്ലാം തന്നെ പന്ന്യൻ രവീന്ദ്രനും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണകളിലെ പോലെ അത്ര എളുപ്പമായിരിക്കില്ല എന്ന് തന്നെയാണ് സാഹചര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ പര്യടനത്തിനിടയിലെല്ലാം തന്നെ പ്രചരണ പരിപാടികൾക്കിടയിലെല്ലാം തന്നെ സ്വന്തം പാർട്ടികളുടെ അണികൾക്കിടയിൽ നിന്ന് പോലും കൂവലുകൾ ഉണ്ടായി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അദ്ദേഹം ഈ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. തന്നെ കൂവി വിളിച്ചതല്ല, തനിക്ക് കയ്യടികൾ തന്നതാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. പക്ഷേ സ്വന്തം അണികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ശശി തരൂരിനെതിരെ വലിയ തരത്തിലുള്ള രോഷം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ഇതേ സാഹചര്യത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ആശങ്കയുണ്ട്. എന്നാൽ അതേസമയം തന്നെ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ വലിയ തരത്തിലുള്ള പുരോഗതിയും വികസനവും മുന്നിൽ കണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്കിടയിലേറെ സ്വീകാര്യത നേടുന്നു എന്നുള്ളതും വലിയ ഒരു ആശങ്കയ്ക്ക് വകവയ്ക്കുന്നുണ്ട്. മാത്രമല്ല ഈ അവസാന കാലഘട്ടത്തിൽ പന്ന്യൻ രവീന്ദ്രൻ കളത്തിലിറങ്ങിയതും അദ്ദേഹത്തിന്റെ ചില വാക്കുകളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു A+ മണ്ഡലമായ ഒരു ത്രികോണ മത്സരം ആദ്യം പ്രതീക്ഷിച്ചിരുന്ന ലോക്സഭാ മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് ശശി തരൂർ തന്നെ അത് തിരുത്തുകയുണ്ടായിരുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പന്ന്യൻ രവീന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം യഥാർത്ഥത്തിൽ നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിനെ മത്സരിക്കാൻ അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയായി കാണാൻ സാധിക്കുകയില്ല എന്ന് തന്നെ ശശി തരൂർ പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല തന്നിവിടെ മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖറിനോടാണ് എന്ന് പോലും അദ്ദേഹം പറയുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഇനി മണിക്കൂറുകൾ മാത്രം നിൽക്കുന്ന സാഹചര്യത്തിൽ 3 മുന്നണികളുടെ ഭാഗത്തു നിന്നും അതീവ ഗൗരവത്തിലുള്ള ഒരു പ്രചരണങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്നുണ്ട് എന്നും തന്നെ പറയേണ്ടി വരും. രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുന്നു. ഇവരിൽ ആരാണ് കരുത്തർ എന്നുള്ള ചോദ്യം തുടക്കം മുതൽ തന്നെ നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. ഒരർത്ഥത്തിൽ K മുരളീധരൻ പോലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ TN പ്രതാപനായിരുന്നപ്പോൾ പോലും ഒരു ത്രികോണ മത്സര സാധ്യതയുണ്ടായിരുന്നു. K മുരളീധരൻ എത്തിയതിനു ശേഷം ആ ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നെങ്കിലും പിന്നീട് വീണ്ടും അത് ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ്. പക്ഷേ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് VS സുനിൽകുമാർ ആണ് എന്നുള്ളത് കൊണ്ടും NDAയുടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് സുരേഷ് ഗോപിയാണ് എന്നുള്ളത് കൊണ്ടും തന്നെ മുരളീധരന് വിജയപ്രതീക്ഷ എത്രമാത്രം ആണ് എന്നുള്ള ചോദ്യത്തിൽ യഥാർത്ഥത്തിൽ UDFന് ആശങ്കയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. VS സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുൻ
മന്ത്രി കൂടിയാണ്. മാത്രമല്ല തൃശ്ശൂർ ജനങ്ങൾക്ക് ഇടയിൽ ഏറെ സ്വീകാര്യനായ ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അതേസമയം തന്നെ സുരേഷ് ഗോപിയിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപി എൻഡിഎയുടെ സ്ഥാനാർത്ഥിയാണ്. മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും വലിയൊരു ഭൂരിപക്ഷം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്തവണയും അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിലും പ്രത്യേകിച്ചും സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കെ മുരളീധരൻ്റെ ഒരു വരവ്, ഒരു വിജയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പോഴും തുലാസിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. പ്രവചനാതീതം തന്നെയാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ എന്ന് എടുത്തു പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറയാനാകാത്ത ഒരു സാഹചര്യമാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. മൂന്നാമത്തെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് വടകരയാണ്. വടകരയിൽ സ്വാഭാവികമായും ആദ്യം കെ മുരളീധരൻ നിന്നിരുന്ന സാഹചര്യത്തിൽ കെ മുരളീധരൻ തന്നെ പറയുകയുണ്ടായിരുന്നു, ശൈലജ ടീച്ചറല്ല ഇനി ആര് വന്നു കഴിഞ്ഞാലും വടകരയിൽ അത് മുരളീധരൻ തന്നെ വിജയിക്കുമെന്നെല്ലാം തന്നെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2019 അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യതയെല്ലാം തന്നെ വലിയൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ UDF-ന് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വടകരയിൽ നിന്ന് പെട്ടെന്ന് മുരളീധരൻ മാറുന്ന സാഹചര്യത്തിൽ അവിടെ ഷാഫി പറമ്പിലെത്തുകയും ഷാഫി പറമ്പിൽ ആദ്യമെല്ലാം തന്നെ വലിയൊരു ഓളം യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ പോലും പിന്നീട് വലിയ തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ശൈലജ ടീച്ചർക്കെതിരെയുള്ള സൈബർ ആക്രമണങ്ങളെല്ലാം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ശൈലജ ടീച്ചർക്കെതിരെ ഷാഫി പറമ്പിൽ രംഗത്ത് വന്നുവെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ നിലവിൽ അന്തരീക്ഷത്തിലുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്വാധീനം യഥാർത്ഥത്തിൽ കൂടി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്കുള്ള വകയുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്നാൽ അതേ സാഹചര്യത്തിൽ ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് CPIM എന്ന് പറയുന്ന പാർട്ടിക്കും അതീത് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെയാണ് യഥാർത്ഥത്തിൽ LDF ശൈലജ ടീച്ചറെ കളത്തിലിറക്കിയതെന്ന് തന്നെ പറയേണ്ടി വരും. ഒരിടത്തിൽ TP ചന്ദ്രശേഖരൻ ഇഫക്റ്റ് UDF-ന് അനുകൂലമായി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. മാത്രമല്ല KK രമയാണെങ്കിൽ പോലും വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കുമെന്നുള്ള ഒരു ആശങ്ക യഥാർത്ഥത്തിൽ LDF-നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ LDF-ന് വിജയപ്രതീക്ഷ ഏറുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയപ്രതീക്ഷയുണ്ട്. എന്നിരുന്നാൽ പോലും അത്ര കണ്ട് ഉറപ്പിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വടകര ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. ഇനി ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആലത്തൂരിൽ വലിയ ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിക്കൊണ്ടാണ് ആലത്തൂരിലേക്ക് എത്തുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ രമ്യ ഹരിദാസ്, സിറ്റിംഗ് MP ആയിട്ടുള്ള രമ്യ ഹരിദാസ് ഇത്തവണയും പടപൊരുന്നതായി കാണാൻ സാധിക്കും. രമ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വോട്ടർമാർക്കിടയിലും അതുപോലെ തന്നെ പ്രാദേശിക തലത്തിലുള്ള വലിയ ഒരു സ്വാധീനമുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം അത് വളരെ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾക്കിടയിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കെ രാധാകൃഷ്ണനെ CPM കളത്തിലിറക്കുന്നതും രമ്യ ഹരിദാസിനെ വിജയിക്കുക എന്ന് പറയുന്ന തീവ്രമായൊരു ലക്ഷ്യം യഥാർത്ഥത്തിൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുകൊണ്ട് തന്നെയാണ് കെ രാധാകൃഷ്ണനെ പോലെ ഒരു വ്യക്തിയെ തന്നെ നേരിട്ട് കളത്തിലിറക്കിക്കൊണ്ട് CPM ഒരു അംഗത്തിന് തയ്യാറായത്. രമ്യ ഹരിദാസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ പോലും ഞെട്ടിച്ചുകൊണ്ട് പാട്ടും പാടി വിജയിച്ച ഒരു വ്യക്തിയാണ് രമ്യ ഹരിദാസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണ എന്ത് തന്നെയാണെങ്കിലും രമ്യ ഹരിദാസിന് ഒത്ത എതിരാളിയെ തന്നെ രാധാകൃഷ്ണൻ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ആലത്തൂർ കൈവിട്ടു പോകുമോ എന്ന് പറയുന്ന വലിയൊരു ആശങ്ക യഥാർത്ഥത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല പാട്ടും പാടി ഇത്തവണ വിജയിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന വലിയൊരു ആവലാതിയും യഥാർത്ഥത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി കേരളത്തിലെ മൊത്തം രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ല കാര്യങ്ങളെന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും മലബാർ മേഖലകളിലെല്ലാം തന്നെ UDF-ന് സ്വാധീനം കുറയാനുള്ള സാധ്യത ഏറെയാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ പിന്തുണ ഇത്തവണ കുറയുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിലയിരുത്തലുകളെല്ലാം തന്നെ ആദ്യമേ പുറത്തു വന്നിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും AK ആന്റണി പോലും പറഞ്ഞു വെക്കുന്ന ആ 4 ലോക്സഭാ മണ്ഡലങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, താൻ ആ 4 ലോക്സഭാ മണ്ഡലങ്ങൾ ഏതാണ് എന്ന് വെളിപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പക്ഷേ 14 ലോക്സഭാ മണ്ഡലങ്ങളിൽ തങ്ങൾ വിജയിച്ചു വരുമെന്നുള്ള വലിയ പ്രതീക്ഷ അദ്ദേഹം പറയുന്നതോടൊപ്പം തന്നെ ഈ 4 ലോക്സഭാ മണ്ഡലങ്ങൾ വീണ്ടും ഒരു ആശങ്കയെ തന്നെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ മാവേലിക്കര എന്ന് പറയുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടി UDF-ന് ആശങ്കയ്ക്ക് വക നൽകുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. മാവേലിക്കരയെ സംബന്ധിച്ചിടത്തോളം സർവേ ഫലങ്ങളെല്ലാം തന്നെ അനുകൂലമായി വന്നിട്ടുള്ളത് CPI-ക്ക് നേരെയാണ് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അരുൺകുമാർ തന്നെ വിജയിച്ചു വരാനുള്ള സാധ്യത ഏറെയാണെന്നുള്ള പ്രവചനങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ജനങ്ങളുടെ പിന്തുണ കുറയുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാവേലിക്കരയും ഇത്തരത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം അഥവാ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി നേരിടുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. പക്ഷേ ആ മണിക്കൂറുകളെല്ലാം തന്നെ ഏറെ നിർണായകവുമാണ്. എന്ത് തന്നെയാണെങ്കിലും UDF 2019 ആവർത്തിക്കുമെന്ന് പറയുന്ന വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം 11 സീറ്റുകളെങ്കിലും സ്വന്തമാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് തങ്ങളുടെ അജണ്ട. തങ്ങളുടെ ജീവൻ മരണ പോരാട്ടമായി തന്നെയാണ് CPM ഇതിനെ കാണുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇത്തവണയെങ്കിലും ദക്ഷിണേന്ത്യയിൽ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന് പറയുന്ന വലിയൊരു ബൃഹത്തായ ലക്ഷ്യം കൂടി BJP-ക്ക് ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആര് വിജയിച്ച് മുന്നോട്ട് വരുമെന്നുള്ള കാര്യം പ്രവചനാതീതം തന്നെയാണ്.